രാഹുൽ ഗാന്ധിയെക്കുറിച്ചാണ്. അദ്ദേഹത്തിന്റെ US സന്ദർശനം 3 ദിവസം നീണ്ടു നിൽക്കുന്ന അദ്ദേഹത്തിന്റെ സന്ദർശനം തുടരുകയാണ്. അവിടെ ഇന്ത്യൻ പൗരസമൂഹത്തെ അഭിസംബോധന ചെയ്തുകൊണ്ട് അദ്ദേഹം വിവിധയിടങ്ങളിൽ ടെക്സാസിലടക്കം സംസാരിക്കുന്നുണ്ട്. അതിൽ വിദ്യാർത്ഥികളും മറ്റ് ആളുകളൊക്കെ ഉണ്ട്. അപ്പോൾ അദ്ദേഹം നടത്തുന്ന പ്രസംഗങ്ങളൊക്കെ വലിയ തരത്തിൽ ശ്രദ്ധിക്കപ്പെടുന്നു. അദ്ദേഹം 2024 തെരഞ്ഞെടുപ്പിനെ കുറിച്ചൊക്കെ വളരെ കാര്യമായി തന്നെ അവരോട് സംവദിക്കുന്നുണ്ട്. ഈ തെരഞ്ഞെടുപ്പ് വലിയ പ്രതീക്ഷ നൽകുന്നതായിരുന്നു. നരേന്ദ്രമോദിയുടെ ജനദ്രോഹ നയങ്ങളെ, ഭരണഘടനാ വിരുദ്ധതയൊക്കെ തുറന്നു കാണിക്കുന്ന ഒരു തെരഞ്ഞെടുപ്പ് ഫലമായിരുന്നു ഈ രാജ്യത്ത് നടന്ന അവസാനത്തെ ലോക്സഭാ തെരഞ്ഞെടുപ്പ് എന്ന് അദ്ദേഹം പറയുന്നു. ഭരണഘടനാപരമായി ഭരണഘടനയോട് എത്രമാത്രം വിയോജിപ്പ്, അസഹിഷ്ണുത BJP പ്രകടിപ്പിച്ചു എന്നുള്ളതിന്, നരേന്ദ്രമോദി പ്രകടിപ്പിച്ചു എന്നതിൻ്റെ തെരഞ്ഞെടുപ്പ് ആ ഫലം വന്നപ്പോൾ അവർക്ക് തന്നെ മനസ്സിലായി കഴിഞ്ഞിട്ടുണ്ട്. രാജ്യത്തിപ്പോൾ ആരും BJPയെയും നരേന്ദ്രമോദിയെയും ഭയക്കുന്നില്ല, BJP സേഫ് സോണിലല്ല എന്ന് അദ്ദേഹം പറയുകയുണ്ടായി. രാഹുലിൻ്റെ വാക്കുകളെ എത്രത്തോളം പ്രാധാന്യത്തോടെ കാണണം? രാഹുലിൻ്റെ വാക്കുകളെ കുറിച്ച് പറയുമ്പോഴേ ഞാൻ വേറൊരു ഇൻസ്റ്റൻസിലേക്ക് ഇപ്പോൾ കഴിഞ്ഞ 2 ആഴ്ച മുമ്പ് ഹരിയാനയിലുണ്ടായ സംഭവം. ഹരിയാനയിൽ ഒരു ദിവസം ഒരു ബംഗാളിയായിട്ടുള്ളൊരു മുസ്ലിം ചെറുപ്പക്കാരനെ ഇടിച്ചു കൊല്ലുകയാണ്. കുറേ ഈ ഗോരക്ഷ ഗുണ്ടകൾ വന്നിട്ട് അയാൾ ബീഫ് തിന്നു എന്നുള്ളതാണ് അയാൾക്കെതിരെയുള്ള ആരോപണം. അയാൾ ഈ പറയുന്ന ടെൻ്റടിച്ച് വഴിയോരത്ത് ടെൻ്റടിച്ച് ആക്രി പെറുക്കി കഴിഞ്ഞുകൂടെ ഒരു നാടോടികളെ പോലെ നടക്കുന്നൊരു സംഘത്തിൽപ്പെട്ട ഒരാളാണ്. അപ്പോൾ അവരുടെ ടെൻറ്റിൽ ബീഫ് കഴിച്ചു എന്ന സംശയം ഈ പറയുന്ന സംഘപരിവാറുകാർക്ക് ഉണ്ടാകുന്നു. അവനെ ഇങ്ങോട്ട് ബസ് സ്റ്റോപ്പിലേക്ക് വിളിച്ചു കൊണ്ടുവരികയാണ്. ബസ് സ്റ്റോപ്പ് ഇവിടെ കുറച്ച് കമ്പി പെറുക്കാനുണ്ട് വാന്നും പറഞ്ഞിട്ട് വിളിച്ചുകൊണ്ട് വന്നിട്ട് അവിടുന്ന് ഇടിച്ചു കൊല്ലുന്നു. ആരും അത് ശ്രദ്ധിച്ചില്ല. അയാൾ കൊല്ലപ്പെട്ടു. മഹുവ മൊയ്ത്ര ഒരു ട്വീറ്റ് ചെയ്തു. ബംഗാളിയായുള്ള ഒരാൾ കൊല്ലപ്പെട്ടുകൊണ്ടായിരിക്കാം മഹുവ മൊയ്ത്ര അത് കാര്യമായിട്ട് അതേക്കുറിച്ച് സംസാരിച്ചു. 3-4 ദിവസം കഴിഞ്ഞിട്ടാണ് അവിടെ വേറൊരു പയ്യൻ, ആര്യൻ മിശ്ര എന്ന് പറഞ്ഞിട്ട് ഒരു പയ്യൻ കാറിൽ വെടിയേറ്റ് മരിക്കുകയാണ്. കാറിൽ വെടിയേറ്റ് മരിക്കുന്ന എന്തിനാണ്? അയാൾ കാറിൽ ഡാറ്റ്സൺ കാറോ അങ്ങനെ ഒരു കാർ, അങ്ങനെ ഒരു കാറിൽ ബീഫ് കൊണ്ടുപോകുന്നുണ്ട് എന്ന് അവിടുത്തെ സംഘപരിവാറുകാർക്ക് കലശലായ സംശയം. അപ്പോൾ ഇവൻ്റെതും ഈ ഡാറ്റ്സൺ കാറാണ്. അപ്പോൾ ഇവർ 25 കിലോമീറ്റർ കാർ ചേസ് ചെയ്യുന്നു. എന്നിട്ടൊരു ടോൾ ബൂത്ത് കഴിഞ്ഞ ഉടനെ വെടിവെക്കുന്നു, ഇവനെ കൊല്ലുന്നു. 18 വയസ്സോ 19 വയസ്സായ +2 വിദ്യാർത്ഥിയായിട്ടുള്ള ആര്യൻ മിശ്ര എന്ന് പറയുന്ന ചെറുപ്പക്കാരൻ. അപ്പോൾ ആര്യൻ മിശ്ര കൊല്ലപ്പെട്ടപ്പോൾ 2 ദിവസം മുമ്പ് സാക്കിബ് എന്ന് പറയുന്ന ഈ ബംഗാളിയായ ചെറുപ്പക്കാരൻ കൊല്ലപ്പെട്ടു. ആരും അതേക്കുറിച്ചൊന്നും പറഞ്ഞിട്ടില്ല. ആര്യൻ മിശ്ര കൊല്ലപ്പെട്ടപ്പോൾ അത് വലിയ വാർത്തയായി. അത് വാർത്തയായപ്പോൾ അതേക്കുറിച്ച് പല നിലക്കുള്ള ചർച്ചകൾ നടക്കണം. അപ്പോൾ ഈ പറയുന്ന കൊലപാതകിയുടെ അച്ഛൻ എൻ്റെ ബൈറ്റ് വന്നിരുന്നു മാധ്യമങ്ങളിൽ. പുള്ളി എന്താ പറഞ്ഞതെന്ന് ഓർമ്മയുണ്ട് രശ്മിക്ക്? അത് ഒരു ഈ ആര്യൻ മിശ്ര ബ്രാഹ്മണനാണ്. ഒരു ബ്രാഹ്മണ പയ്യനെ കൊന്നതിൽ എനിക്ക് സങ്കടമുണ്ട്. ആ പറഞ്ഞതിന് മലയാളം എന്താ രശ്മി? അപ്പോൾ പുള്ളിയുടെ സങ്കടം പുള്ളിയുടെ മകൻ ഒരു കൊലപാതകം നടത്തി എന്നുള്ളതിലല്ല. കൊന്നതാരെയാണ്? ഒരു ബ്രാഹ്മിൻ പയ്യനെയാണ് കൊന്നത് എന്നതിൽ. അപ്പോൾ അതൊരു മുസ്ലിം പയ്യനെയായിരുന്നു കൊന്നിരുന്നെങ്കിൽ പുള്ളിയെ സംബന്ധിച്ച് ആഹ്ലാദകരമായൊരു അനുഭവമായിരുന്നു. എൻ്റെ മകൻ വിശുദ്ധമായ പോരാട്ടത്തിൻ്റെ ഭാഗമാണ്, അല്ലെങ്കിൽ ഈ ഗോക്കളെ സംരക്ഷിക്കുന്നതിൻ്റെ ഭാഗമായിട്ടൊരു മുസ്ലിം പയ്യനെ കൊന്നിരിക്കുകയാണ് എന്നതിൽ അർമാദിക്കാൻ പറ്റുമായിരുന്നു പുള്ളിക്ക്. അത് അർമാദിക്കാൻ പറ്റുന്നില്ല. ഈ കൊല്ലപ്പെട്ടത് ആരായിപ്പോയി? ഒരു ബ്രാഹ്മിൻ പയ്യനായിപ്പോയി. പക്ഷേ ആര്യൻ മിശ്രയുടെ അമ്മയുടെയും അച്ഛൻ്റെയും കമൻസ് വന്നിരുന്നു. അവരെന്താണ് പറഞ്ഞതെന്നറിയാം? അവർ പറഞ്ഞത് ഇത് മുസ്ലിം പയ്യനാണെങ്കിൽ കൊല്ലാൻ നിങ്ങൾക്ക് അവകാശമുണ്ടോ എന്നാണ് അവർ ചോദിച്ചത്. ബ്രാഹ്മിനായ ഈ ആര്യൻ മിശ്രയുടെ അച്ഛനും അമ്മയും അതാണ് ചോദിച്ചത്. നിങ്ങൾ എന്താണ് പറയുന്നത്? ഒരു മുസ്ലിം പയ്യനായിരുന്നു അതെങ്കിൽ നിങ്ങൾക്ക് എവിടെ നിന്നാണ് കൊല്ലാൻ അവകാശം എന്ന് ചോദിച്ചു. ഇത് രണ്ടും സംഭവിക്കുന്ന എവിടെയാണ്? ഹരിയാനയിലാണ്, അല്ലേ? അപ്പോൾ ഇത് നമ്മളെ ഇന്ത്യയുടെ ഇന്നത്തെ ഒരു ചിത്രമാണ്. ആദ്യത്തെ ഇതാരാണ്? സംഘപരിവാർ പ്രതിനിധാനം ചെയ്യുന്ന സനാതന മഹത്തായ ആർഷ ഭാരത ഘടാഘടിയൻ സംസ്കാരത്തിൻ്റെ ഭാഗമായിട്ടുള്ള ഹിന്ദുത്വം. അവർ എങ്ങനെയാണ് ജനങ്ങളെ എഡ്യൂക്കേറ്റ് ചെയ്യുന്നത്, അവരുടെ മനസ്സിൽ എന്താണ് ഇൻസ്റ്റിൽ ചെയ്യുന്നത്, എങ്ങനെയാണ് അവരുണ്ടാകുന്നൊരു തിങ്കിങ് പാറ്റേൺ എന്താണ് എന്നതിനെക്കുറിച്ചുള്ള അതിലേറ്റവും മികച്ച ഉദാഹരണമാണ്. സ്വന്തം മകൻ ഒരു കൊലപാതകം നടത്തിയിട്ട് അകത്ത് കിടക്കുമ്പോൾ അച്ഛൻ പറയുകയാണ്, അയ്യോ ഒരു ബ്രാഹ്മിൻ പയ്യനെ കൊന്നുപോയതിൽ എനിക്ക് സങ്കടമുണ്ട്. ഇങ്ങനെയുള്ള
ഒരുപാട് മനുഷ്യരെ, ഒരുപാട് ദശലക്ഷക്കണക്കിന് മനുഷ്യരെ ഇന്ത്യയിൽ ഉണ്ടാക്കിയെടുത്തു എന്നുള്ളതാണ് 100 വർഷത്തെ RSSൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട വിജയം എന്ന് പറയുന്നത്. പക്ഷെ അങ്ങനെ ഇരിക്കെ തന്നെ അത് മാത്രമല്ല, ഈ ആര്യൻ മിശ്രയുടെ അമ്മയും അച്ഛനും ഉണ്ടല്ലോ, അവരെ പോലത്തെ മനുഷ്യരും ഇവിടെയുണ്ട്. ഒരുപക്ഷെ ഇവരെക്കാൾ എത്രയോ അധികമുണ്ട്. പക്ഷെ കഴിഞ്ഞ 2014 ശേഷമുള്ളൊരു സംഭവം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, ഈ പറയുന്ന ആര്യൻ മിശ്രയുടെ അച്ഛനെയും അമ്മയെയും പോലുള്ള മനുഷ്യർ അവർ നിശബ്ദരാക്കപ്പെടുകയോ അല്ലെങ്കിൽ ഞങ്ങൾ ശബ്ദിച്ചാൽ ഞങ്ങൾക്ക് കുഴപ്പം വരുമോ, ഞങ്ങളും ജയിലിൽ പോകേണ്ടി വരുമോ, ഞങ്ങളുടെയും കടയിൽ ഇൻകം ടാക്സുകാർ വരുമോ അല്ലെങ്കിൽ ഇഡിക്കാർ വരുമോ എന്നൊക്കെയുള്ള ഭയത്തിൽ കഴിഞ്ഞുകൂടുകയായിരുന്നു. അവർ നിശബ്ദ ഭൂരിപക്ഷമായിട്ട് അല്ലെങ്കിൽ എന്തെങ്കിലും ആക്ട് ചെയ്യാൻ പറ്റാത്ത സംഘമായിട്ട് ഇങ്ങനെ കഴിയും. ഇതാണ് ഇന്ത്യയുടെ ചിത്രം. രാഹുൽ ഗാന്ധി സംസാരിക്കുന്നത് ആരോടാണ്? ഈ പറയുന്ന ആര്യൻ മിശ്രയുടെ അച്ഛനും അമ്മയും ഒക്കെ ഉൾപ്പെടുന്ന ഒരു ജനതയുണ്ട്, അവരോടാണ് സംസാരിക്കുന്നത്. അപ്പോൾ അദ്ദേഹം അമേരിക്കയിൽ പോയി പറഞ്ഞതും ഇത് തന്നെയാണ്. നോക്കൂ, നേരത്തെ ഇങ്ങനെയുള്ള കാര്യങ്ങൾ രാഹുൽ ഗാന്ധിക്ക് പോലും പറയാൻ പറ്റുന്ന, ഇത്രയും എക്സ്പ്ലിസിറ്റായിട്ട് പറയാൻ പറ്റുന്നൊരു സാഹചര്യമായിരുന്നില്ല. പക്ഷേ രാഹുൽ ഗാന്ധി അങ്ങനെ പറയാൻ പറ്റുന്നൊരു സാഹചര്യം ഉണ്ടാക്കിയെടുത്ത മനുഷ്യൻ എന്നുള്ളതായിരിക്കും ചരിത്രത്തിൽ രാഹുൽ ഗാന്ധി അറിയപ്പെടുന്നത്. അപ്പോൾ അതിൻ്റെ ഒരു തുറവി തുടങ്ങുന്നത് ഭാരത് ജോഡോ യാത്ര മുതലാണ്. ഭാരത് ജോഡോ യാത്ര മുതൽ അദ്ദേഹം സംസാരിച്ച് തുടങ്ങുന്നുണ്ട്. ഇന്ത്യയിലൊരു രാഷ്ട്രീയ നേതാവ്, അതും ഒരു ദേശീയ രാഷ്ട്രീയ പാർട്ടിയുടെ നേതാവ്, സ്നേഹത്തെക്കുറിച്ച് സംസാരിക്കുക. സാധാരണഗതിയിൽ അത്തരം പ്രഭാഷണം നമ്മൾ ഈ സാംസ്കാരിക പരിപാടികളിൽ, സ്കൂൾ സാഹിത്യ സമാജങ്ങളിലൊക്കെയാണ് കേൾക്കാറുണ്ടായിരുന്നത്. പക്ഷെ ഒരു രാഷ്ട്രീയ നേതാവ് എല്ലാ ദിവസവും സ്നേഹത്തെക്കുറിച്ച്, എന്താ അദ്ദേഹത്തിൻ്റെ സുപ്രസിദ്ധമായ പ്രയോഗമുണ്ട്, മൊഹബ്ബത്ത് കി ദുഖാൻ, നഫ്രത് ക ബസാർ മേ മൊഹബ്ബത്ത് കി ദുഖാൻ. അത് അസാധാരണമായൊരു പ്രയോഗമാണ്. അത് പിന്നെ എന്താണ് ഈ പറഞ്ഞ MT വാസുദേവൻ നായരോ അല്ലെങ്കിൽ ONV കുറുപ്പൊക്കെ അങ്ങനെ പ്രസംഗിക്കുന്നതിൽ വലിയ അത്ഭുതമില്ല. പക്ഷേ ഇന്ത്യയിലൊരു രാഷ്ട്രീയ നേതാവ് അത് പറയുന്നു, അത് നിരന്തരം പറയുന്നു എന്നുള്ളത്, അങ്ങനത്തെ ഒരു സാഹചര്യത്തിലേക്ക് ഇന്ത്യൻ ജനത എത്തിപ്പോയിരുന്നു, ഒരു ഗതികെട്ട അവസ്ഥയിൽ. അപ്പോൾ മൊഹബ്ബത്ത്, നഫ്രത് ക ബസാർ മേ മൊഹബ്ബത്ത് കി ദുഖാൻ, എന്താണ് ഖോലേഗു, എന്താ ഖോലേഗ എന്ന് പറഞ്ഞിട്ട് അദ്ദേഹം പറയുമ്പോൾ അത് ഈ വേറൊരു തരം രാഷ്ട്രീയത്തെക്കുറിച്ചാണ് അദ്ദേഹം സംസാരിച്ച് തുടങ്ങിയത്. അപ്പോൾ അത് മുന്നോട്ട് കൊണ്ടുപോയി ഈ പറയുന്ന അദ്ദേഹം ഇപ്പോൾ LOP, ലീഡർ ഓഫ് ഒപ്പോസിഷനായി, എന്താണ് ക്യാബിനറ്റ് പദവിയുള്ള പ്രതിപക്ഷ നേതാവായി, സഖ്യകക്ഷികളുടെ പിൻബലത്തിലല്ലാതെ ഭരിക്കാൻ പറ്റാത്ത അവസ്ഥയിൽ മോഡിയെ കൊണ്ടെത്തിച്ചു. അത് നമ്മുടെ രാജ്യത്തിന് നൽകിയിരിക്കുന്ന ഒരു സമാശ്വാസം, ഒരു ബ്രീത്തിങ് സ്പേസ് ഉണ്ടല്ലോ, അത് വലിയൊരു കാര്യമാണ്. അത് സംഭാവന ചെയ്യുന്നതിൽ ഈ മനുഷ്യൻ്റെ വലിയ അധ്വാനമുണ്ട്. അത് ആ രാഹുൽ ഗാന്ധിക്ക് തന്നെയും അത് വലിയ ആത്മവിശ്വാസം കൊടുക്കുന്നുണ്ട്. അതുകൊണ്ടാണ് അദ്ദേഹത്തിന് അമേരിക്കയിൽ പോകാനും പരസ്യമായി ഇങ്ങനെയൊക്കെ പ്രസംഗിക്കാനും പറ്റുന്നത്. അദ്ദേഹം ഡാലസിൽ കുട്ടികളുമായിട്ട് സംസാരിക്കുന്നു, ജോർജ് ടൗൺ യൂണിവേഴ്സിറ്റി, ടെക്സാസിൽ, ഇവിടെയൊക്കെ പ്രധാനമായും പുതിയ തലമുറയാണ് അദ്ദേഹം കാണുന്നത്, ചെറുപ്പക്കാരെ, വിദ്യാർത്ഥികളെയാണ് കാണുന്നത്. നോക്കൂ, ഇതിനെതിരെ BJPയുടെ ഭാഗത്തുണ്ടായ പ്രതികരണം എന്താണ്? സ്ഥിരം പരിപാടി, വിദേശ രാജ്യത്ത് പോയിട്ട് നമ്മുടെ രാജ്യത്തെ കുറ്റപ്പെടുത്തുകയാണ് അല്ലേ എന്നാണ്. ഇതിവരുടെ പക്ഷേ അത് ഈ പരിപാടി ഇവരെടുക്കുമെന്ന് രാഹുലിന് അറിയാമല്ലോ. എന്നിട്ടും വിദേശ രാജ്യത്ത് പോയിട്ട് ഇവിടുത്തെ ഈ നഫ്രത്തിൻ്റെ രാഷ്ട്രീയ, വിദ്വേഷ രാഷ്ട്രീയത്തിനെതിരെ പുള്ളിക്ക് പ്രസംഗിക്കാൻ ആത്മവിശ്വാസം കിട്ടുന്നത് ഈ അദ്ദേഹം പറയുന്നുണ്ട്, എന്താണ് എന്താണ് ജായക എന്നോ അങ്ങനത്തെ ഒരു പ്രയോഗം നടത്തുന്നത് അമേരിക്ക. ഈ ഭയത്തിൻ്റെ അന്തരീക്ഷം മാറിയിട്ടുണ്ട്. അപ്പോൾ ഭയം കൊണ്ട് മാത്രം മുന്നോട്ട് പോയിരുന്ന ഒരു പോളിറ്റി ആയിരുന്നു ഉണ്ടായിരുന്നത്. അത് മാറി എന്നുള്ളത്, അത് മാറ്റുന്നതിൽ രാഹുൽ ഗാന്ധിക്ക് നിശ്ചയമായി വലിയ പങ്കുണ്ട്. വിദേശ രാജ്യത്ത് പോയിട്ട് ഇത്രയും എക്സ്പ്ലിസിറ്റായിട്ട് രാഹുൽ ഗാന്ധിക്ക് സംസാരിക്കാൻ സാധിക്കുന്നത്, നോക്കൂ, അന്തരീക്ഷത്തിൽ മാറ്റം വന്നിരിക്കുന്നതിൻ്റെ തെളിവാണ്. വിദേശ രാജ്യത്ത് പോയി സംസാരിക്കാൻ വേറെയും ഒരു ഘടകമുണ്ട്. വിദേശ രാജ്യത്ത് എന്താണ് യഥാർത്ഥത്തിൽ ഇന്ന് പ്രത്യേകിച്ച് പടിഞ്ഞാറൻ നാടുകളിൽ സംഭവിക്കുന്ന രാഷ്ട്രീയമാണ്. അവിടങ്ങളിൽ വലതുപക്ഷം ശക്തിപ്പെടുകയാണ്. അവിടങ്ങളിൽ വലതുപക്ഷം എന്താ ചെയ്യുന്നത്? അവരുടെ പ്രധാനപ്പെട്ട ടാർഗറ്റ് കുടിയേറ്റക്കാരാണ്. അപ്പോൾ യഥാർത്ഥത്തിൽ വലതുപക്ഷത്തിനെതിരെ നിൽക്കാൻ ഏറ്റവും ബാധ്യസ്ഥരായുള്ള ആളുകളാണ് നമ്മുടെ ഡയാസ്പറ എന്ന് പറയുന്നത്. കാരണം വലതുപക്ഷത്തിൻ്റെ ആക്രമണത്തിൻ്റെ ഡിറക്റ്റ് വിക്ടിംസാണ് അവർ. പക്ഷെ അവർ വിചിത്രമായൊരു കാര്യം വെച്ചാൽ അവർ ഇന്ത്യൻ വലതുപക്ഷത്തിൻ്റെ കൂടെ നിൽക്കുന്നു എന്നുള്ളതാണ്. അതൊരു വിചിത്രമായ കാര്യമാണല്ലോ. ഒന്നും കുടിയേറ്റക്കാർക്കെതിരെ, കറുത്തവർക്കെതിരെ, ബ്രൗണികൾക്കെതിരെ എല്ലാം നിലപാടെടുക്കുന്ന, അന്യമത ആളുകൾക്കെതിരെ നിലപാടെടുക്കുന്ന വലതുപക്ഷ
രാഷ്ട്രീയത്തോടൊപ്പം, ഇന്ത്യയിലെ വലതുപക്ഷ രാഷ്ട്രീയത്തോടൊപ്പം നിൽക്കുകയാണ് വിദേശത്ത് വലതുപക്ഷത്തിൻ്റെ ഡയറക്റ്റ് അറ്റാക്കിന് വിധേയമായിക്കൊണ്ടിരിക്കുന്ന ഈ ഇന്ത്യൻ ഡയസ്പൊറ എന്ന് പറയുന്നത്. അപ്പോൾ അവർ വേറെന്തോ ഒരു മോഹക്കാഴ്ചയിലായിരുന്നു. ഈ നരേന്ദ്രമോദി വന്നിട്ട് ഇന്ത്യയെ അമേരിക്കയേക്കാൾ വലിയ എന്തോ സംഭവമാക്കാൻ പോവുകയാണെന്നൊക്കെയുള്ള മോഹക്കാഴ്ചയിലായതുകൊണ്ടാകാം. പക്ഷേ ആ ഒരു ഇന്ത്യൻ ഡയസ്പൊറയോടും സംസാരിക്കുവാൻ കോൺഗ്രസ്സിന്, ഇന്ത്യൻ പ്രതിപക്ഷത്തിന് സാധിക്കുന്നു എന്നുള്ളതാണ് രാഹുൽ ഗാന്ധിയുടെ ഈ സന്ദർശനം കാണിക്കുന്നത്. നിശ്ചയമായിട്ടും അദ്ദേഹം വ്യക്തിപരമായി വലിയൊരു ആത്മവിശ്വാസത്തിലേക്ക് ഉയർന്നിട്ടുണ്ടെന്നാണ് അദ്ദേഹത്തിൻ്റെ സംസാരങ്ങൾ കേൾക്കുമ്പോൾ തോന്നുന്നത്. അദ്ദേഹം പറഞ്ഞിട്ടുണ്ട്, മോദിയെ പോലെ അല്ല ഞാൻ, എനിക്ക് അദ്ദേഹം എന്നോട് കാണിക്കുന്നത് പോലുള്ള വിദ്വേഷമോ വെറുപ്പോ എനിക്ക് മോദിയോടില്ല എന്ന് പറഞ്ഞിട്ടുണ്ട്. ഇപ്പോൾ ഈ ദാവൂദ് സാറ് പറഞ്ഞ സ്നേഹത്തിൻ്റെ കട, അപ്പോൾ പ്രതിപക്ഷ നേതാവായ രാഹുൽ ഗാന്ധിയോട് ഇപ്പോൾ മാധ്യമപ്രവർത്തകരും നിരീക്ഷകരൊക്കെ പറയുന്ന ഒരു കാര്യം, ഇനി ഈ സ്നേഹത്തിൻ്റെ കടയുടെ രാഷ്ട്രീയം മാത്രം പോരാ, അവിടെ അപ്പുറത്തുള്ളത് മോദിയും മറ്റ് സംഘങ്ങളാണ്. അമിത്ഷാ അടങ്ങുന്ന ഒരു വലിയ ടീമുണ്ട്. അപ്പോൾ സ്പെസിഫിക് ആയിട്ട് അദ്ദേഹം സംസാരിക്കണം, വിഷയങ്ങളെ അഡ്രസ്സ് ചെയ്യുമ്പോൾ സ്പെസിഫിക് ആയിട്ട് തന്നെ പറയണം. ഇപ്പോൾ ഈ കഴിഞ്ഞ ദിവസം ഞാൻ അദ്ദേഹത്തിൻ്റെ ഒരു പ്രതികരണം, രാജ്യത്തെ മുസ്ലിങ്ങൾക്കെതിരെ ഏറ്റവും രൂക്ഷമായ ആക്രമണം നടക്കുന്നു എന്ന് അദ്ദേഹം അത് അഡ്രസ്സ് ചെയ്ത് ആ പദം ഉപയോഗിച്ച് തന്നെ പറയുന്നു. നേരത്തെയും രാഹുൽ പറയുമ്പോൾ ന്യൂനപക്ഷങ്ങൾക്കെതിരെ എന്ന്, ഇപ്പോൾ മുസ്ലിങ്ങൾക്കെതിരെ വലിയ ആക്രമണം നടക്കുന്നു എന്ന് പറയുന്നു. അതുപോലെ അദ്ദേഹം കൂടുതലായി സ്പെസിഫിക് ആയി ഇപ്പോൾ സംസാരിക്കുന്നുണ്ടോ ഈ പ്രതിപക്ഷ നേതാവായതിനു ശേഷം? ഞാൻ അദ്ദേഹത്തിൻ്റെ ഈ ടെക്സസ് യൂണിവേഴ്സിറ്റിയിൽ ഈ സ്റ്റുഡൻസുകളുടെ ഇൻട്രാക്ഷൻ കുറച്ച് കേട്ടിരുന്നു. രാഹുൽ ഗാന്ധി നമുക്കറിയാം, അദ്ദേഹത്തിന് 2 ഫേസ് ഉണ്ട് രാഷ്ട്രീയ ജീവിതത്തിൽ. അദ്ദേഹം രാഷ്ട്രീയത്തിൽ വരുന്ന സമയത്ത് അദ്ദേഹത്തെ പപ്പു എന്ന് വിളിച്ച് കളിയാക്കി അധിക്ഷേപിക്കുകയായിരുന്നു റൈറ്റ് വിങ് ട്രോൾസ്. അദ്ദേഹം രാഷ്ട്രീയം പഠിക്കുകയാണോ എന്ന് നമുക്കും തോന്നുമായിരുന്നു. അദ്ദേഹം രാഷ്ട്രീയം പഠിക്കാൻ വേണ്ടി വന്നതാണോ എന്നൊക്കെ നമുക്കും തോന്നുമായിരുന്നു. ഒട്ടും അസേർട്ടീവ് അല്ലാത്ത, ഒട്ടും പ്രൊആക്റ്റീവ് അല്ലാത്ത ഒരാളായിട്ടാണ്, ഒരു നേതാവായിട്ടാണ് നമുക്ക് തോന്നിയത്. പക്ഷേ അദ്ദേഹത്തിൻ്റെ ഒരു 2ാം ഘട്ടമുണ്ട് ജീവിതത്തിൽ. രാഷ്ട്രീയ ജീവിതത്തിൽ 2ാം ഘട്ടത്തിൽ അദ്ദേഹം കുറച്ചുകൂടി ഫിലോസഫിക്കലാണ്, കുറച്ച് സ്പിരിച്വലാണ് എന്നാണ് എനിക്ക് തോന്നിയിട്ടുള്ളത്. ഇത് രണ്ടും അദ്ദേഹം രാഷ്ട്രീയം പഠിച്ചുകൊണ്ട് സംഭവിച്ചതാണെന്നാണ് എനിക്ക് മനസ്സിലാവുന്നത്. അതിൻ്റെ കാരണം ഈ ഗാന്ധിവധത്തെ തുടർന്ന് RSSനെ നിരോധിച്ചു കഴിഞ്ഞതിന് ശേഷം ഈ ജവഹർലാൽ നെഹ്റു VD സവർക്കർ, അന്നത്തെ സർസംഘചാലക് ഗോൾവാർക്കർക്ക് ഒരു കത്ത് എഴുതുന്നുണ്ട്. അപ്പോൾ ഞങ്ങളുടെ ഈ നിരോധനം നീക്കണം എന്നാവശ്യപ്പെട്ട് വല്ലഭായ് പട്ടേലിന് എഴുതിയ കത്തിനുള്ള മറുപടി പ്രധാനമന്ത്രി നേരിട്ട് സംവദിക്കുകയാണ്. പ്രധാനമന്ത്രി പറയുന്നത്, നിങ്ങൾ ഈ പറയുന്ന കാര്യങ്ങൾ, നിങ്ങളുടെ ഒബ്ജക്റ്റീവ്സ്, നിങ്ങളുടെ സംഘടനയുടെ ഒബ്ജക്റ്റീവ്സ് എന്ന് പറയുന്ന കാര്യങ്ങൾ നിങ്ങളുടെ പ്രവർത്തകർ ചെയ്യുന്നതുമായിട്ട് യാതൊരു ബന്ധവുമില്ല എന്ന് മാത്രമല്ല, രാജ്യത്തിൻ്റെ ദേശീയതയ്ക്കും അഖണ്ഡതയ്ക്കും രാജ്യത്തെ പൗരന്മാരുടെ സൗര്യ ജീവിതത്തിനും എതിരായിട്ടുള്ള കാര്യങ്ങളാണ് നിങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുന്നത് എന്ന്, ഇത് ആൻറ്റി നാഷണലാണ്, രാജ്യദ്രോഹപരമാണ് എന്ന് പറയുന്നുണ്ട്. അതായത് കോൺഗ്രസ്സിൽ RSSനെ ശരിയായി മനസ്സിലാക്കിയിട്ടുള്ള ആദ്യത്തെ ആൾ ജവഹർലാൽ നെഹ്റു ആയിരുന്നു കോൺഗ്രസ്സിൽ. 2ാമത്തെ ആൾ രാഹുൽ ഗാന്ധിയാണ് എന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. കാരണം അതിനപ്പുറം RSSനെ ശരിയായ രീതിയിൽ മനസ്സിലാക്കിയൊരു വേറൊരു കോൺഗ്രസ്സുകാരനെ ഞാൻ കണ്ടിട്ടില്ല. അതുകൊണ്ട് തന്നെയാണ് അദ്ദേഹം RSSനെ കുറിച്ച് വളരെ ആഴത്തിൽ പഠിക്കുകയും രാജ്യത്തിൻ്റെ പ്രധാന പ്രശ്നം RSS ആണ് എന്ന് മനസ്സിലാക്കുകയും RSSനെതിരെ സംസാരിക്കുകയും ചെയ്യുന്നു. മറ്റേതെങ്കിലും കോൺഗ്രസ് നേതാക്കൾ RSSനെതിരെ സംസാരിക്കുന്നത് നമ്മൾ കേട്ടിട്ടുണ്ടോ? ഇല്ല, സംസാരിക്കില്ല. അവരുടെ രാഷ്ട്രീയം പ്രശ്നമാണെന്നൊക്കെ പറയും, അവർ നമുക്കെതിരാണ്, അത് അങ്ങനെയൊക്കെ ഒരു തലോടിക്കൊണ്ടുള്ള ഒരു വിമർശനമല്ലാതെ RSSനെ അതിൻ്റെ റൂട്ടിൽ മനസ്സിലാക്കുകയും അതാണ് പ്രശ്നം, രാജ്യം നേരിടുന്ന ഏറ്റവും വലിയ പ്രശ്നം അതാണെന്ന് മനസ്സിലാക്കുകയും അത് പറയുകയും ചെയ്യുന്ന ആളാണ് രാഹുൽ ഗാന്ധി അദ്ദേഹത്തിൻ്റെ 2ാം ഘട്ടത്തിൽ. അതാണ് അദ്ദേഹത്തിൻ്റെ ഏറ്റവും വലിയ സവിശേഷത. ഇതുകൊണ്ടുണ്ടാകുന്ന ഒരു ഗുണം, ഇപ്പോൾ നമുക്കറിയാം, ഇപ്പോൾ അദ്ദേഹം അമേരിക്കയിൽ പോകുന്നു. അമേരിക്കയിൽ ഇപ്പോൾ തെരഞ്ഞെടുപ്പ് നടന്നുകൊണ്ടിരിക്കുകയാണ്, തെരഞ്ഞെടുപ്പ് പ്രക്രിയയിലാണ്. മറ്റൊരാളായിരുന്നു ഇപ്പോൾ അമേരിക്കയിൽ പോകുന്നതെങ്കിൽ അബ് കി ബാർ ട്രംപ് കി സർക്കാർ എന്ന് പറഞ്ഞേനെ. ഇപ്പോൾ ഇന്ന് രാഹുൽ ഗാന്ധി ഇന്നലെയും മിനിഞ്ഞാന്നൊക്കെ ആയിട്ട് ഈ ടെക്സസ് യൂണിവേഴ്സിറ്റിയിൽ സംസാരിക്കുന്ന കാര്യങ്ങൾ മുഴുവൻ അതിൻ്റെ രാഷ്ട്രീയം, അതൊരു ഇന്ത്യൻ പ്രശ്നം മാത്രമല്ല അദ്ദേഹം പറയുന്നത്. ഇപ്പോൾ ഇന്ത്യയെക്കുറിച്ചുള്ള ചോദ്യങ്ങൾക്ക് സ്പെസിഫിക് ആയിട്ട് അദ്ദേഹം ഇന്ത്യയുടെ കാര്യങ്ങൾ പറയുന്നുണ്ട്. ഇന്ത്യയിലെ എങ്ങനെ തൊഴിൽ വർദ്ധിപ്പിക്കാം, അദ്ദേഹം ഒരു എക്കണോമിസ്റ്റിനെ പോലെ സംസാരിക്കുകയാണ്. തൊഴിൽ വർദ്ധിപ്പിക്കാൻ ഒറ്റ പണിയേ ഉള്ളൂ, ഉൽപ്പാദനം വർദ്ധിപ്പിക്കുക. അമേരിക്കയ്ക്കും ഇന്ത്യക്കും ഇക്കാര്യത്തിൽ ഒറ്റ തെറ്റാണ് പറ്റിയിട്ടുള്ളത്. ഉൽപ്പാദനത്തിൻ്റെ ചുമതല ചൈനയെ ഏൽപ്പിച്ചു. ഇത് വളരെ സ്പെസിഫിക് ആയിട്ട് അദ്ദേഹം പറയുകയാണ്. ഉൽപ്പാദനം വർദ്ധിപ്പിച്ചാൽ, അല്ലാണ്ട് IT കൊണ്ടൊന്നും തൊഴിൽ വർദ്ധിക്കില്ല. IT അല്ല തൊഴിൽ വർദ്ധിപ്പിക്കുന്നത്, ഉൽപ്പന്നങ്ങൾ ഉൽപ്പാദിപ്പിക്കുക, മാനുഫാക്ചറിങ്, അങ്ങനെ തൊഴിൽ വർദ്ധിപ്പിക്കാൻ പറ്റും. വളരെ ഒരു എക്കണോമിസ്റ്റിനെ പോലെ അദ്ദേഹം സംസാരിക്കുകയാണ്. ഇനി ഇന്ത്യയിലെ സോഷ്യൽ ഫാബ്രിക്കിനായിട്ടുള്ള മാരകമായ പരിക്കുകളെക്കുറിച്ച് അദ്ദേഹം ഒരു ഫിലോസഫറെ പോലെ സംസാരിക്കുന്നു. ചില സമയങ്ങളിൽ അദ്ദേഹം ഒരു സ്പിരിച്വൽ ലീഡറെ പോലെ സംസാരിക്കുന്നു. ഇത് ഒരു വലിയ മാറ്റമാണ്. ഇനി ഞാൻ പറയാൻ വന്ന കാര്യം അതല്ല, അമേരിക്കയിൽ ഇപ്പോൾ തെരഞ്ഞെടുപ്പ് നടന്നുകൊണ്ടിരിക്കുകയാണ്. ഇദ്ദേഹം സംസാരിക്കുന്ന കാര്യങ്ങൾ മുഴുവൻ കമലാ ഹാരിസിന് വോട്ട് കിട്ടാൻ പോകുന്ന കാര്യങ്ങളാണ്. ആ ഡയസ്പോറയിൽ വന്നിരിക്കുന്ന ആളുകൾക്ക് വോട്ടുണ്ടെന്ന് കരുതുക. ആ രാഹുൽ ഗാന്ധി പറയുന്ന കാര്യങ്ങൾ, രാഷ്ട്രീയം, ആ രാഷ്ട്രീയം ഉൾക്കൊള്ളുന്ന മനുഷ്യർ പോയി കമലാ ഹാരിസിനാണ് വോട്ട് ചെയ്യുക. കാരണം അവിടെ ഡെമോക്രാറ്റ് പാർട്ടി ഉയർത്തിപ്പിടിക്കുന്ന കുറേ കൂടി പ്ലൂറലിസ്റ്റിക്കായ, ഇമിഗ്രൻസിന് കൂടി അനുകൂലമായ ഒരു രാഷ്ട്രീയമുണ്ട്. ആ രാഷ്ട്രീയത്തിന് അനുകൂലമായിട്ടാണ് രാഹുൽ ഗാന്ധി സംസാരിക്കുന്നത്. പക്ഷെ അത് സംസാരിക്കുമ്പോഴും അബ് കി ബാർ കമലാ കി സർക്കാർ എന്ന് അദ്ദേഹം പറയുന്നില്ല. അതാണ് അദ്ദേഹത്തിൻ്റെ സ്റ്റേറ്റ്സ്മാൻഷിപ്പ്, അദ്ദേഹത്തിൻ്റെ ഒരു മാന്യത എന്ന് പറയുന്നതാണ്, രാഷ്ട്രീയ മാന്യത എന്ന് പറയുന്നതാണ്. അബ് കി ബാർ ട്രംപ് കി സർക്കാർ എന്ന് അദ്ദേഹം പറയില്ല.
പക്ഷെ അദ്ദേഹം പറയുന്ന രാഷ്ട്രീയം എന്താണ്? അത് അമേരിക്കയ്ക്ക് കൂടി അനുഗുണമായ, അത് കേട്ടിരിക്കുന്ന ഏത് വംശജനായ അമേരിക്കക്കാർക്കും അദ്ദേഹം പറയുന്നത് എന്താണെന്ന് മനസ്സിലാവുകയും അടുത്ത വോട്ടിങ്ങിൽ അതനുസരിച്ച് വോട്ട് ചെയ്യാൻ പറ്റും എന്നുള്ളതാണ്. അപ്പോൾ രണ്ട് കാര്യങ്ങളിൽ, ഒന്ന് നമുക്കറിയാം, അമേരിക്ക ഉൾപ്പെടെ യൂറോപ്പിൽ ഉൾപ്പെടെ പല രാജ്യങ്ങളിലും ഈ ഒരു വലതുപക്ഷ വേലിയേറ്റം നടന്നുകൊണ്ടിരിക്കുകയാണ്. നമ്മളിപ്പോൾ ഈ സംസാരിക്കുന്ന പോലെയല്ല, അതിഭീകരമായ അഭയാർത്ഥികളോടുള്ള വെറുപ്പ്, കുടിയേറ്റക്കാരോടുള്ള വെറുപ്പ്, ഇസ്ലാമോഫോബിയ, എസ്പെഷ്യലി ഇസ്ലാമോഫോബിയ അതിശക്തമായി ഉള്ള സ്ഥലമാണ്. ഇപ്പോൾ ദാവൂദ് പറഞ്ഞല്ലോ, ഇവിടുന്ന് അങ്ങോട്ട് കുടിയേറിയിട്ടുള്ള ഇന്ത്യക്കാർ, ആ ഇന്ത്യക്കാർ അവിടെ നിന്ന് അവിടുത്തെ വൈറ്റ് സൂപ്പർമാർസിസ്റ്റുകളുടെ ഭീഷണി നേരിടുമ്പോൾ തന്നെ അവർ ഇസ്ലാമോഫോബുകൾ കൂടിയാണ്. പല ആളുകളും അവർ ഇസ്ലാമോഫോബുകൾ കൂടിയാണ്. അപ്പോൾ അവരെ ആരെങ്കിലും പീഡിപ്പിക്കുന്നു എന്നുള്ളതല്ല, അതിൻ്റെ റൂട്ട് കോസ് വേറെ തന്നെയാണ്. മാത്രമല്ല, അമേരിക്കയിൽ തന്നെ RSS HSS എന്ന പേരിൽ എത്രയോ പതിറ്റാണ്ടുകളായി പ്രവർത്തിക്കുന്നുണ്ട്. ഇന്ത്യയിലെ RSSൻ്റെ പ്രധാനപ്പെട്ട ഫണ്ടിങ് സ്രോതസ് എന്ന് പറയുന്ന അമേരിക്കയിലെ ഈ HSS ആണ്. അങ്ങനെ ഫണ്ട് ചെയ്യുന്നതിനെ കുറിച്ച് അമേരിക്കൻ കോൺഗ്രസിൽ നിരവധി തവണ വലിയ ഡിബേറ്റുകളുണ്ടായിട്ടുണ്ട്. HSSൻ്റെ ഫണ്ടിങ് പരിശോധിക്കണം. കാരണം ഈ ഫണ്ട്, അമേരിക്കയിൽ നിന്ന് പിരിക്കുന്ന ഫണ്ട് ഇവരുപയോഗിക്കുന്ന ഇന്ത്യയിൽ ഹേറ്റ് സ്പ്രെഡ് ചെയ്യാൻ വേണ്ടിയാണ്, റിലീജിയസ് മൈനോറിറ്റീസിനെ ആക്രമിക്കാൻ വേണ്ടിയാണെന്നുള്ള ഡിബേറ്റ് അമേരിക്കൻ കോൺഗ്രസ് നടന്നിട്ടുള്ളതാണ്. അപ്പോൾ ഒരു വശത്ത് RSSന് അവിടെയും വേരുകളുണ്ട് നമ്മൾ മനസ്സിലാക്കുക. ഇപ്പോൾ രാഹുൽ ഗാന്ധി ഈ പ്രസംഗം ഇദ്ദേഹം സ്പ്രെഡ് ചെയ്യുന്ന ആ ഒരു രാഷ്ട്രീയം, ആ രാഷ്ട്രീയത്തിന് എവിടെയും സ്വീകാര്യതയുണ്ട്. അപ്പോൾ ഞാൻ പറഞ്ഞത്, അവിടെ വന്നിരിക്കുന്ന കേൾക്കുന്ന ആളുകൾ മുഴുവൻ വലതുപക്ഷ മനസ്സുള്ളവരാണെന്നോ ഇസ്ലാമോഫോബുകളാണെന്നോ അല്ല പറയുന്നത്. അതല്ലാത്ത ആളുകളും അതിലെല്ലാവരും ഉണ്ടാവാം. എനിക്ക് തോന്നുന്നു കോൺഗ്രസ് സംഘടിപ്പിക്കുന്ന ഒരു പരിപാടിയാണ്, സാം പിത്രോദ സംഘടിപ്പിച്ച പരിപാടി ആയതുകൊണ്ട് അതിൽ കൂടുതലും കോൺഗ്രസ് അനുഭാവികളായ കുറച്ചുകൂടി ലിബറൽ കാഴ്ചപ്പാടുള്ള മനുഷ്യരായിരിക്കും അതിൽ വന്നിട്ടുണ്ടാവുക. ഞാൻ പറയുന്നത്, അത് രാഹുലിൻ്റെ പ്രസംഗം, രാഹുലിൻ്റെ അവിടുത്തെ സംസാരം ഇന്ത്യക്കാർക്ക് മാത്രമല്ല, അത് ലോകത്തുള്ള ഏത് മനുഷ്യനും കേട്ടാലും അവർക്ക് ഉൾക്കൊള്ളാൻ കഴിയുന്ന ഒരു രാഷ്ട്രീയം അതിലുണ്ട്. പ്രത്യേകിച്ചും ഇന്നത്തെ ഗ്ലോബൽ സിറ്റുവേഷൻ എന്ന് പറഞ്ഞാൽ ഒരുതരം വലതുപക്ഷ വേലിയേറ്റം നടന്നുകൊണ്ടിരിക്കുന്ന, പല സ്ഥലങ്ങളിൽ വേലിയേറ്റം നടന്നുകൊണ്ടിരിക്കുന്ന സാഹചര്യത്തിൽ ആർക്ക് കേട്ടാലും അദ്ദേഹം എന്താണ് പറയുന്നതെന്ന് മനസ്സിലാക്കാൻ കഴിയും. ആ അർത്ഥത്തിൽ അദ്ദേഹത്തെ രാഹുൽ ഗാന്ധി എന്നൊരു ഗ്ലോബൽ ലീഡറുടെ ഒരു പ്രതിച്ഛായ സൃഷ്ടിച്ചിട്ടുണ്ടെന്നാണ് എനിക്ക് തോന്നുന്നത്. യെസ്, ആ നിലയിൽ കൂടി രാഹുലിൻ്റെ വാക്കുകൾ നമ്മൾ കേൾക്കേണ്ടതുണ്ട്. മനുഷ്യരെ ചേർത്ത് പിടിക്കുന്ന, വിദ്വേഷമില്ലാത്ത രാഷ്ട്രീയത്തെ സ്വീകരിക്കാൻ എല്ലാവർക്കും കഴിയട്ടെ. യെസ്, ഔട്ട് ഓഫ് ഫോക്കസിൻ്റെ സമയം ഇവിടെ അവസാനിക്കുകയാണ്. നമസ്കാരം.